ഹലോ, ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എല്ലാവർക്കും സുഖമാണ്. ഗൈസ്, ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. അപ്പം നമ്മൾ രാവിലെ എണീറ്റും ബ്രഷ് എല്ലാം ചെയ്തു ആദ്യത്തെ പണി ചായ ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ അമ്മ എണീറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് വാവൂസിന് സ്കൂളുണ്ട് കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും ചായ കുടിക്കും. ഞാനിപ്പോൾ ഇടയ്ക്ക് ചായ കുടിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് കുടിക്കത്തില്ല, വല്ലപ്പോഴും തോന്നിയാൽ കുടിക്കും. ഇന്ന് ഞാൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി ചായ കുടിക്കുന്ന 2 ഗ്ലാസ്സിലേക്ക് ചായ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ എന്താ സ്നാക്സ് മേടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ടോ. കൊള്ളി വീട്ടിലെ മേടിച്ചിട്ടുണ്ടോ കേട്ടോ. അതെനിക്ക് അത്ര ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞതും രാവിലേക്ക് ദോശ ഉണ്ടാക്കിട്ടോ. വാവസിന് സ്കൂളുള്ളതുകൊണ്ട് പിന്നെ നേരത്തെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ. രാവിലെ എപ്പോഴും പലഹാരം ഉണ്ടാക്കുന്നത്. വാവസിന് ചോറ് രാവിലെ തന്നെ കഴിക്കാൻ ഇഷ്ടമല്ലാന്ന് വെച്ച് പെട്ടെന്ന് തന്നെ കഴിക്കാനൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ദോശയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ ചമ്മന്തിയും തേങ്ങ ചട്നി അരച്ചു കേട്ടോ. പിന്നെ അതുപോലെ മുളക് ചമ്മന്തി അരച്ചു. മുളക് ചമ്മന്തി പറഞ്ഞാൽ നമ്മൾ പച്ചയാണ് കേട്ടോ, ഇങ്ങനെ വറുക്കാത്തതാണ്. മറുമുളകും പിന്നെ ഉള്ളി അങ്ങനെ ചേർത്തിട്ട് അത് വെച്ചു കേട്ടോ. പിന്നെ അങ്ങനെ പെട്ടെന്ന് ദോശയൊക്കെ ചട്ടപിടേന്ന് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഞാനൊക്കെ വാവസ് സ്കൂളിൽ വിട്ട് വന്നിട്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അമ്മയ്ക്ക് മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് അമ്മയ്ക്കും പെട്ടെന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് വാവൂസിന് വേണ്ടി ദോശയൊക്കെ ഉണ്ടാക്കിട്ടോ. വേഗം ദോശ ഉണ്ടാക്കണം. വാവൂസ് അവിടെ എന്തൊക്കെയോ വെള്ളമൊക്കെ ആക്കി കൊടുത്തു. അപ്പോൾ അതെല്ലാം വാവൂസ് എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ ചട്നിയൊക്കെ എല്ലാം തേങ്ങ അരച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചട്നിക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഈ വറമുളക് ആകെ കഴിഞ്ഞു. വേറെ വലിയ ബോട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതും തീർന്നിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അതാ അതിലൊന്നും കാണാത്ത കേട്ടോ. പിന്നെ അങ്ങനെ പെട്ടെന്ന് കടുക് എടുത്തു കേട്ടോ. അങ്ങനെ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ കടുകൊക്കെ നമുക്ക് ചട്ടപ്പെട്ടേന്ന് പൊട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരെ നിൽക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലാകെ കടുക് പൊട്ടിയതിൻ്റെ എണ്ണേൻ്റെ പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ അങ്ങനെ പെട്ടെന്ന് ചട്നിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. അടിപൊളി പച്ചമുളക് ഇട്ടാണ് കേട്ടോ തേങ്ങ ചമ്മന്തി അരച്ചത്. എനിക്ക് ഈ വറമുളകേക്കാൾ പച്ചമുളക് ഇട്ടുന്ന ഒത്തിരി ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും ഒരു ദോശയും കൂടി ഉണ്ടാക്കി കേട്ടോ. അപ്പം അങ്ങനെ ഒരു ദോശ 2 ദോശ വെച്ചിട്ടോ. അമ്മയ്ക്കാണ് കേട്ടോ 2 ദോശ മുളക് ചമ്മന്തിയും പിന്നെ പൊടി എടുത്തിട്ടോ. അമ്മയ്ക്ക് പൊടി മസ്റ്റായിട്ട് വേണം കേട്ടോ. എനിക്ക് പൊടിയൊന്നും ഇഷ്ടമല്ല, അമ്മയ്ക്കും വാവൂസിനും മസ്റ്റായിട്ട് പൊടി വേണം. അപ്പോൾ അങ്ങനെ തേങ്ങ ചമ്മന്തിയും പിന്നെ മുളക് ചമ്മന്തിയും പൊടിയൊക്കെ കൂടി 2 പേർക്ക് കഴിക്കാൻ കൊണ്ട് കൊടുത്തു കേട്ടോ. എരിവുണ്ട്, എന്നാലും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ആ വാവൂസ് സ്കൂളിലെല്ലാം വിട്ട് വന്ന് പിന്നെയാണ് നെക്സ്റ്റ് പരിപാടി. നമ്മൾ ചിക്കൻ വെക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പട്ട, ക്രാമ്പ്, പിന്നെ പെരുംജീരകം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. കശകശ ഇങ്ങനെ 4 സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു. ലൂസിലാണ് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വെച്ചാൽ അത് പെട്ടെന്ന് കേടുവന്ന് പൂപ്പൽ പൊത്തി പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് വെയിലത്ത് വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. കണ്ട മഴക്കാലമാണെന്നേ പറയത്തില്ല. എൻ്റെ പൊന്നെ എന്ത് ജാതി വെയിലാണ്. എൻ്റെ അമ്മേ ഇത് കൊള്ളാനേ വെയിൽ. എൻ്റെ തലയൊക്കെ ആകെ പൊട്ടിപ്പൊളിയുന്നുണ്ടായിരുന്നു. പിന്നെ കവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാറ്റത്ത് പോയായിരുന്നു. പിന്നെ അത് അവിടെ ഇവിടെ ഇടണ്ടെന്ന് വെച്ചാൽ അതെല്ലാം പെറുക്കി കളഞ്ഞു കേട്ടോ. അങ്ങനെ 3-4 നായ്ക്കൾ വന്നു അതിനൊക്കെ മുടുക്കിയിട്ട് പിന്നെ ഇതാണ്ടോ എൻ്റെ ഡ്രസ്സ് കിടിലം മിടി കണ്ടോ. എൻ്റെ മിടി ഉണ്ടോപ്പൊക്കെ പുറത്ത് പോയിട്ട് വന്നിട്ട് അലക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്നാണ് അലക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെയാണ് ഫസ്റ്റത്തെ പുതിയതായതുകൊണ്ട് ഞാൻ വേഗം ഇപ്പോഴും ഡ്രസ്സ് അലക്കാൻ പോകുമ്പോൾ എൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് അലക്കിയിട്ട് ബാക്കിയുള്ളത് അലക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അലക്കിയതാക്കണ്ടോ പിരിച്ചങ്ങോട്ട് ഇട്ടു. പിന്നെ അങ്ങനെ വന്നിട്ട് ചോറിന് വെള്ളം വെച്ചിട്ടോ. തീയൊക്കെ പിടിപ്പിച്ചതാക്കണ്ടോ. എൻ്റെ പൊന്നി എന്ത് ചെയ്ത് വിറകാണ്. വലിയ വിറകൊക്കെ ഇങ്ങോട്ട് അടുപ്പത്ത് കൊള്ളാതെ കുത്തി തിരികെ അങ്ങോട്ട് വെച്ചിട്ടോ. അപ്പോൾ വീണ്ടും അത് പുകയാൻ തുടങ്ങി. പിന്നെ അത് പുറത്തൊക്കെ എടുത്ത് വീണ്ടും വെച്ചിട്ടോ. പിന്നെ അങ്ങനെ അങ്ങോട്ട് വെള്ളമൊക്കെ തിളച്ച് മറിയുന്നുണ്ടോ. പിന്നെ അങ്ങനെ അരി ഇടാമെന്ന് വെച്ചു കേട്ടോ. ഇനിയും വേറെ ജോലിയൊക്കെ ഉണ്ട്, അപ്പോൾ അരി ഇട്ടിട്ട് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അങ്ങനെ അരിയൊക്കെ ഇട്ടു കേട്ടോ. ഉച്ചയ്ക്കിലേക്ക് ആവശ്യമായ ചോറാണ് വെക്കുന്നത്. പിന്നെ നൈറ്റിലേക്ക് പലഹാരം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് എപ്പോഴും 2 ടൈം ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉച്ചയ്ക്കിലേക്ക് മാത്രമേ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇട്ട് മൂടി പൊങ്ങി പോന്ന് നിന്നിട്ട് മേലെ കരണ്ടൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് ആ വിറക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. വലിയ വിറകാണ് വേപ്പിട്. എത്ര ചോറ് വയ്ക്കുക വെള്ളമൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് വലുത് വെച്ചു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് വെക്കാമെന്ന് വെച്ചു. ഉരുളക്കിഴങ്ങും സവോളയും ഉപ്പേരി വെക്കാമെന്ന് വെച്ചിട്ടോ. വേറെ കറി വയ്ക്കാനൊന്നുമില്ല, അച്ഛൻ മേടിച്ച് വന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മുളക് പൊടി ഇട്ടില്ല കേട്ടോ. ഒന്ന് വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചത് ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ ഇട്ടു. അതിന് ശേഷമാണ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട്. മുളക് പൊടി ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി വേറെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിടണം കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് സാമ്പാർ പൊടി ഇട്ടു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പിട്ടു. ഉപ്പ് നോക്കിയിട്ട് ഇടാന്ന് വെച്ചാൽ കുറച്ചിട്ടു കേട്ടോ. ഇല്ലെങ്കിൽ ഇട്ടാൽ ചിലപ്പോൾ കൂടിപ്പോയാൽ കുറയ്ക്കാൻ പറ്റത്തില്ല. കുറഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടാമല്ലോ. പിന്നെ അങ്ങനെ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അമ്മ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഇതിന് കാവൽ നിൽക്കാണ്ട്, അല്ലെങ്കിൽ നായ്ക്കൾ ഇതിനൊക്കെ തട്ടിമറിച്ചിടും. അങ്ങനെ ഇതെല്ലാം നന്നായി ഉണങ്ങി കഴിഞ്ഞു കേട്ടോ. നല്ല ചൂടായി. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ആ മൂടിയിൽ ഡപ്പിയിലേക്ക് ആക്കുകയാണ് കേട്ടോ. കണ്ട് എല്ലാം ചിന്തി ചിന്തി പോകുന്നുണ്ട്. ഡബിൾ പണിയായി. കയ്യിൽ തന്നെ വാരി വെച്ചാൽ പണി കഴിഞ്ഞു. ഇതിലും മാറ്റി മാറ്റി എൻ്റെ സമയം വേസ്റ്റായി പോവുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇതെല്ലാം ഒരു മൂടി ഇതിലേക്ക് ആക്കിയിട്ടോ. ഇനി കേട് വരത്തില്ല.
ഇനി നമ്മൾക്ക് നല്ല മഴയൊക്കെ പിടിക്കുന്ന സമയത്ത് ഇത് ചൂടാക്കാനൊന്നും പറ്റത്തില്ല, വെയിലപ്പോൾ ഉണ്ടാവില്ലല്ലോ. ഇപ്പം നല്ല വെയിലാണല്ലോ. അപ്പോൾ പിന്നെ അതെല്ലാം ചൂടാക്കാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ 4 പാത്രത്തിലാക്കി വെച്ചിട്ടോ. പിന്നെ എങ്ങനെ മറ്റേ സംഭവം അതിൻ്റെ പേര് എനിക്ക് കിട്ടത്തില്ല, കൊത്തമല്ലി മല്ലി, അതും അതിനൊപ്പം തന്നെ നമ്മൾ ചൂടാക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി നമ്മളൊരു പാത്രത്തിലൊക്കെ ആക്കി അങ്ങനെ അടച്ച് വെച്ചിട്ടോ. പിന്നെ അങ്ങനെ നല്ല വിശപ്പ് തുടങ്ങി. എൻ്റെ പൊന്നി എന്ത് ചെയ്ത് വിശപ്പാണ്. അങ്ങനെ അമ്മയ്ക്ക് എനിക്ക് ചോറൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടോ. രസവും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക.